ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഉത്സവമാണ് കേട്ടോ ഗുരുവായൂരിൽ. എല്ലാവരും വരണില്ലേ? ഫെബ്രുവരി 28 ആണ് കേട്ടോ തുടങ്ങുന്നത്. 10 ദിവസം ഉത്സവമാണ്. കണ്ണനെ കാണാം, കാഴ്ചശിവേലി കാണാം, മേളങ്ങളൊക്കെ ആസ്വദിക്കാം. അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയാലോ കഞ്ഞിയും പുഴുക്കും കഴിക്കാം. വാള പ്ലേറ്റിൽ അങ്ങനെ കുത്തരിക്കഞ്ഞ് ചെറു ചൂടോടെ കുത്തിയ പച്ചപ്ലാവിനെ കൊണ്ട് അങ്ങനെ കോരി കുടിക്കാം. പിന്നെ മുതിരയും ഇടിച്ചക്കയും പുഴുക്കുണ്ട്, പപ്പടം ഉണ്ട്, നാളികേരപ്പൂളും ശർക്കരയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങനെ നടക്കുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാം. അവിടെ അഷ്ടപതി കേൾക്കുക, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കുക, നാഗസ്വരം ആസ്വദിക്കാം. പുള്ളുവൻ പാട്ടും നങ്ങ്യാർകൂത്തും തുള്ളലും ഭരതനാട്യവും വില്ലിന്മേൽ തായമ്പകയും മോഹിനിയാട്ടവും കുത്തിയോട്ടവും കളരിപ്പയറ്റും അങ്ങനെ വൈവിധ്യമാർന്ന കലാപരിപാടികളൊക്കെ ആസ്വദിക്കാം. പിന്നെ അകത്തുനിന്ന് കയറിയാൽ ശ്രീഭൂതബലി ദർശനത്തിൻ്റെ തിരക്കൊക്കെയായി. ഭാഗ്യമുണ്ടെങ്കിൽ അകത്തേക്ക് കടന്ന് കണ്ണനെ കണ്ടു തൊഴാം. ശിവേലി ആനകളെയൊക്കെ കണ്ടങ്ങനെ നിൽക്കാം. പ്രദക്ഷിണമായി കുളത്തിന് കിഴക്ക് ഭാഗത്ത് എത്തിയാൽ വൃന്ദാവനം വേദിയായി. രാധികമാർ ഗോപികമാർ മുല്ലപ്പൂ ചുറ്റലായി വീരവീരാട അങ്ങനെ ചൊല്ലി കുമ്മിയടിക്കുന്നതൊക്കെ കാണാം. ഇവിടെ പുലരും മുതൽ സന്ധ്യ വരെ കൈകൊട്ടിക്കളി മാത്രമാണ്. പിന്നെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ സ്വർണ്ണധ്വജത്തിൽ ഉത്സവക്കൊടി ഇങ്ങനെ പാറിക്കളിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ കണ്ടു തൊഴാം. പിന്നെ 4 നടകളിലെ അലങ്കാര വൈഭവം കാണാൻ മാത്രമുണ്ട്. അങ്ങനെ എന്തൊക്കെയാ ഗുരുവായൂർ കാണാനറിയോ? ഉത്സവത്തിനാണ്, എന്തായാലും വന്നോളൂ. പിന്നെ അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ കലവറകളൊക്കെ കാണാം. എന്താണെന്നറിയോ? വമ്പൻ കലവറ. മത്തൻ ഇളവൻ്റെയും ഇടിച്ചക്കയുടെയും ഒക്കെ ഇങ്ങനെ ചെറുമലകൾ പോലെയാണ്. 1,00,000 കിലോ അരിയുടെ 10,000 കിലോ പപ്പടത്തിൻ്റെയൊക്കെ സദ്യയാണ് ഉണ്ടാവുക. അങ്ങനെ കഷ്ണം നുറുക്കുന്നവർ, വിറക് എടുക്കുന്നവർ, അരി കഴുകുന്നവർ, ഇല തുടയ്ക്കുന്നവർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. എത്രയാ സേവനം ചെയ്യുന്ന ആളുകളവിടെ. പിന്നെ അങ്ങനെ വൈകുന്നേരം ശിവേലി ഉണ്ട്. ആ ശിവേലി കാഴ്ച ശിവേലി മേളം അങ്ങനെ തുടങ്ങുകയായി. അതൊക്കെ കാണാൻ എന്താ രസം. പിന്നെ മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീപാരാധന തൊഴാം. അങ്ങനെ കേളിയും മദ്ദളവും അങ്ങനെ ആസ്വദിക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് പാടകം കേൾക്കാം. രാമകഥ പറഞ്ഞ് ഒന്നിലേറെ പാടകക്കാർ അങ്ങനെ മണി 5 വൈഷ്ണവം വേദി സജീവമാകും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളാണ്. മണിപ്പൂരി, ശാസ്ത്രീയ, കഥക്, ഒഡീസി നൃത്തങ്ങളൊക്കെ കാണാം. രാത്രിയിലോ ചോറ്, രസക്കാളൻ, ഉപ്പിലിട്ടത്, പപ്പടമൊക്കെ കൂട്ടി അങ്ങനെ ഊണ് കഴിക്കാം. ശ്രീഭൂതബലി എഴുന്നള്ളിച്ചിട്ടുണ്ടാകും വടക്കേ നടയ്ക്കൽ. സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ വിരാളിപ്പട്ടി വിരിച്ച് കണ്ണൻ എഴുന്നള്ളിയിരിക്കും. മുന്നിൽ ദീപം, ധൂപം, അലങ്കാരം. വിളക്കെഴുന്നള്ളിപ്പിന് 3 ആനകൾ നിരന്ന് നിന്നു. ചുറ്റുവിളക്കൊക്കെ തെളിയിച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ചു. ഓല വായിച്ച് തൃപ്പുക നടത്തി കണ്ണന് പള്ളി ഉറക്കായി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് 3 മണിക്ക് ക്യൂ നിന്നാലോ ദർശനത്തിനങ്ങനെ നമുക്ക് കാത്തു നിൽക്കാം. ആ കാത്തുനിൽപ്പിൽ ഭഗവാന്റെ നിർമ്മാല്യം തൊഴാം. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം ഉത്സവം കൂടാം. എന്തായാലും ഉത്സവത്തിന്
ഭഗവാനെയൊക്കെ കാണാൻ എന്താ രസം. എല്ലാവരും ഉത്സവത്തിന് വരണം കേട്ടോ. ഉണ്ണിക്കണ്ണൻ അങ്ങനെ വിളിക്കുന്നുണ്ട് എല്ലാവരെയും. ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ.